പക്ഷെ ഞാൻ സെൻഡ് ചെയ്ത് തരുന്ന വീഡിയോ അല്ല നീ കാണുന്നത്. നോക്കി ഏത് വീഡിയോ? അന്ന് നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു, പക്ഷെ ഭയങ്കര മിസ്ലീഡിങ് അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ഒന്നല്ല മിസ്ലീഡിങ്. ഇതാണ് ബേസിക്കലി. ഇതിപ്പോ പലരും, ഇവര് മാത്രമല്ല, പല ആൾക്കാരും ആക്ച്വലി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ഒരാൾ നമ്മുടെ ഒരു ലൈവ് പ്രോഗ്രാമില് അതിൽ ഇങ്ങനെ കമ്പ്യൂട്ടറിലെ ടൈം എന്തോ സെറ്റ് ചെയ്ത് ഇത്ര നേരം പഠിച്ച് പഠിച്ചു കഴിഞ്ഞാല് ഗെയിം കിട്ടും എന്നുള്ള രീതി. ഗെയിം കിട്ടുമെന്നാണ്. ഇതിന്റെ ബേസിക് ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചെയ്യണ ഒരു കാര്യം നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല. ആ കുട്ടി എക്സസൈസ് ചെയ്യാണ്, ആ കുട്ടി കളിക്കുകയാണ്, അതൊന്നും അവർ എൻജോയ് ചെയ്യുന്നില്ല. അവർ എൻഡ് ഓഫ് ദി ഡേ അവരെ മോട്ടിവേറ്റ്, അവരെ എൻജോയ്മെന്റ് ഈസ് വെയിറ്റിംഗ് ദ സ്ക്രീൻ. ആ സ്ക്രീനാണ് അവര് വെയിറ്റ് ചെയ്യുന്ന ഹോൾ തിങ്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ, കളിക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും എക്സസൈസ് ചെയ്യാനും ഒക്കെ ഉള്ള ആ ഒരു മോട്ടിവേഷൻ തന്നെ അങ്ങ് നഷ്ടമാണ്. ഇപ്പൊ നമുക്ക് പഠിക്കാൻ പറയുന്നൊരു പ്രോസസ്സ്, അതൊരു എൻജോയബിൾ സാധനമാണ്. അതേപോലെ തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മൾ എൻജോയ് പ്രത്യേകിച്ചും കുട്ടിയൊക്കെ പഠിത്തം എന്ന് പറഞ്ഞാല് ഭയങ്കര എൻജോയബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കൂടുതൽ കാര്യങ്ങൾ പുതിയത് അറിയാനും പഠിക്കാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെ. അവിടെ നമ്മൾ ബേസിക്കലി അറൌണ്ട് ദ സ്ക്രീൻ, ഒരു സ്ക്രീനാണ് അൾട്ടിമേറ്റ് എൻജോയ്മെന്റ്. ബാക്കി എല്ലാം അത് കിട്ടാനുള്ള ഒരു പ്രോസസ്സ് മാത്രമാണ്. തീർക്കാൻ പറ്റുന്ന, വേഗം സ്കിപ്പ് ചെയ്യണം. നമ്മൾ ആ ജേർണി എൻജോയ് ചെയ്യണ്ടെന്നാണ് കുട്ടികളുടെ അടുത്ത് പറഞ്ഞത്. പഠിക്കണത്, ജോലി ചെയ്യണത്, ഭാവിയിൽ ലൈഫ് ഫുൾ അവർ എല്ലാം ചെയ്യുന്നത് ഇന്ന് ജോലി എല്ലാം കഴിഞ്ഞ് ഓടി വീട്ടിലെത്തിയിട്ട് എന്താ പറയുക, സ്ക്രീനിൽ നോക്കാമെന്നുള്ള ആ മൈൻഡ് സെറ്റ് ഒരു പ്രോബ്ലം അല്ലേ? അതെ അതെ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന, അവർ ഏൺ ചെയ്തെടുക്കുന്ന ഈ സ്ക്രീനിനോടുള്ള അഡിക്ഷൻ അവരുടെ കൂടുതൽ ക്രേവിങ് ഭയങ്കര കൂടുതലാണ്. കാരണം ഇതിന്റെ ക്രേവിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യണമല്ലോ. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ പുഷപ്പ് ആ കുട്ടി എടുത്തപ്പം ആ കുട്ടിയുടെ മുന്നിൽ 10 കൂടെ എടുത്താൽ എനിക്ക് ഇപ്പൊ സ്ക്രീൻ കിട്ടും. അപ്പൊ ക്രേവിങ് ഓൾവേസ് ഫോർ ദാറ്റ്. അപ്പൊ നമ്മൾ അങ്ങനെ ക്രേവ് ചെയ്തൊരു സാധനം, ക്രേവിങ് ഹൈ ആവുന്ന കാര്യങ്ങൾ ഭയങ്കര അഡിക്ഷനും ഉണ്ടാക്കും. പിന്നെ ഒരു സമയത്ത് ഈ ഒരു പ്രോസസ് ഇല്ലാതെ സ്ക്രീൻ എടുക്കാൻ പറ്റുന്ന ഒരു സമയത്ത് കുട്ടിക്ക് കയ്യിൽ നിന്ന് താഴെ വെക്കാൻ പറ്റാത്ത അത്രയും അഡിക്റ്റഡ് ആയിട്ട് സ്ക്രീനിലേക്ക് പോകും. സോ ദയവായിട്ട് നെവർ യൂസ് സ്ക്രീൻ ആസ് ആക്ച്വലി എ മോട്ടിവേഷൻ ഫാക്ടർ, എ പ്രൈസ്, ഗിഫ്റ്റ്. ഇതൊന്നും സ്ക്രീൻ നിങ്ങൾ ദയവായി കൊടുക്കരുത്. ആൻഡ് ഓൾസോ സോഷ്യൽ മീഡിയയിൽ നിന്ന് ടിപ്സ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കും. യെസ്. സോഷ്യൽ മീഡിയയിൽ lot of blah blahs will be there. Understand things consciously, learn things, use your logic, use your understanding. Then എന്നാ ശരി, ബൈ. bye.